ഹായ് നമസ്കാരം. നമ്മളിന്ന് ലൂസിയുടെയും ലൂണയുടെയും കൂടിൻ്റെ ഈ പരിസരവും അതേപോലെ കൂടിനകത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് വേണം അവരെ ഒന്ന് കുളിപ്പിക്കാനായിട്ട്. കാരണം നമ്മളൊരു 15 ഡേയ്സിൽ വൺസാണ് ഇവരെ കുളിപ്പിക്കുക, ലൂസിയും ലൂണയും കുളിപ്പിക്കുക. നമ്മൾ ഒരുപാട് ഇപ്പോൾ അവരെന്തായാലും വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നുണ്ട്. ആദ്യത്തെ ആ സമയങ്ങളിൽ ഇപ്പോൾ ചൂടില്ലാത്ത സമയങ്ങളിലാണെങ്കിൽ, അതായത് മഴക്കാലത്താണെങ്കിൽ നമ്മളവരെ ഒന്ന് തുടച്ചു വിടുക മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അതുപോലും ചെയ്യില്ല. ആകെ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യില്ല. അതായത് കോംബ് ചെയ്ത് കൊടുക്കും. അവരുടെ ഹെയറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മതിയാവും. കാരണം അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല അവർക്ക്. പിന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് വെള്ളം നനയ്ക്കരുത്, ബോഡി സ്മെല്ല് വരും. പിന്നെ നമ്മൾ പുറത്ത് വിടുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. കാരണം ഇവർ വീടിനകത്തല്ല കയറ്റുന്നത്, പുറത്താണ്. പക്ഷെ എനിക്ക് കൂടെ ഒരു സ്മെല്ല് നമ്മുടെ ലാബിൻ്റെ ബോഡിയിൽ നിന്ന് എന്തായാലും വരും വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ. അത് പിന്നെ ഈ ചൂട് കാലമായതുകൊണ്ട് വലുതായിട്ട് ഫീൽ ചെയ്യില്ല എന്ന് മാത്രം. മഴക്കാലം വരികയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മളൊന്ന് ആദ്യം ഈ കൂടും പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിന് ശേഷം ഇവരെ ഒന്ന് കുളിപ്പിക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യുമോ ഇല്ല എന്തെങ്കിലുമൊക്കെ ഇടയിൽ വന്ന് കാണിക്കുമോ എന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കൂടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതവിടെ ഇത്രയും വലിയൊരു മരം ആയതുകൊണ്ട് ഇവിടെ ഇലയൊക്കെ വീഴുന്നൊരു സാഹചര്യമാണ്. ഇപ്പം നമ്മളിന്ന് ക്ലീൻ ചെയ്താൽ തന്നെ ഒരു 2 ദിവസം കൊണ്ട് വീണ്ടും ഇതേപോലെയൊക്കെ ആവും. ഇതിപ്പോൾ അതേപോലെ ഇതേ കൂടിൻ്റെ അടിയിലൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഹെയറൊക്കെ നല്ലപോലെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതുപോലെ ഇവിടെ ഈ ലൂണയുടെ കൂട്ടിൻ്റെ അടിയിലാണ് കൂടുതലായിട്ടും കാണാൻ പറ്റുക. കാരണം ലൂണയ്ക്ക് ഹെയർ ലോസ് കുറച്ച് കൂടുതലാണ്, അത് കണ്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിൻ. പിന്നെ അത്യാവശ്യം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. കാരണം നമ്മളൊന്ന് അവരുടെ എന്താ പറയുക കൂട് നന്നായിട്ട് വാഷ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഒരാഴ്ചന് മേലെയായി. ഇല്ലെങ്കിൽ ഞാൻ ഒരു 3 ഡേയ്സ് വൺസെങ്കിലും എന്തായാലും ക്ലീൻ ചെയ്യണതാണ് കൂട്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ചെയ്യാം. നമ്മൾ തന്നെ ഇലയൊക്കെ ഇവിടെ ഫുള്ള് വീണ് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ലൂസി, ലൂണ അവിടെ കാണാനില്ലടാ. ലൂണ എങ്ങോട്ടോ പോയിരിക്കുക കേട്ടോ. പക്ഷെ നമ്മൾ വിളിച്ച അപ്പം എത്തും. കാണിച്ചു തരാം. ലൂണ, ലൂണ, ലൂണ എവിടെടാ? ഇതാ കണ്ട, ലൂണ പറന്നെത്തുന്നു. ഇത്രേ ഉള്ളൂ. നമ്മൾ വിളിച്ച എത്തുന്ന പരിസരത്ത് മാത്രമേ ഇവർ പോകാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് സേഫാണ്. പിന്നെ വേറെ പുറത്തുനിന്ന് ഏതെങ്കിലും നായി കണ്ടു കഴിഞ്ഞാൽ അതിന് നേരിട്ടൊന്നും പോകാറില്ല. വേഗം തിരിഞ്ഞ് ഓടിക്കൊണ്ടുവരും. അത് നമുക്ക് എനിക്ക് നല്ല ഗുണമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ ആദ്യം ഇവിടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവരുടെ കൂടിൻ്റെ അടിയിലുള്ള ആ ഹെയറൊക്കെ ഒന്ന് പുറത്തെടുക്കാനായിട്ട് പോകട്ടെ ആദ്യം. ഒരു വലിയ ശല്യം ചെയ്യാനൊന്നും വരുന്നില്ല. കുറച്ചു നേരം കഴിയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയാം. ലൂസിക്ക് അത്യാവശ്യം ഹെയർ ലോസ് ഒക്കെ ഉണ്ട് കേട്ടോ. ലൂണയുടെ അത്ര ഇല്ലെങ്കിൽ കൂടെ ലൂസിക്കും ഇവിടെ ഹെയറൊക്കെ നന്നായിട്ട് കൊഴിയുന്നുണ്ട്. ഇല്ലടാ ലൂസി? അപ്പോൾ ഒരു ഡോഗിനെ വളർത്തുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു കണ്ടിരിക്കാൻ, അല്ലെങ്കിൽ അവരെ തൊട്ട് തലോടാൻ മാത്രമുള്ളൊരു കാര്യമല്ല. അവർ വളർത്തുമ്പോൾ അവർക്ക് വേണ്ടി കുറേ ജോലികൾ ചെയ്യേണ്ടി വരും. നമുക്ക് കൂടൊക്കെ നന്നായി ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് പല അസുഖങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാടൻ നായിനൊക്കെയാണ് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരില്ല. പക്ഷേ ഇവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി പവർ ഒരിക്കലും അവരുടെ അത്ര വരില്ല. അതുകൊണ്ട് നമ്മൾ ക്ലീനിങ് നന്നായിട്ട് ചെയ്ത് അവർ നന്നായി നോക്കുക തന്നെ ചെയ്യേണ്ടി വരും. നമുക്ക് ലൂണയുടെ കൂടിൻ്റെ
അടിയൊന്ന് ക്ലീൻ ചെയ്യാം. അത്യാവശ്യം നല്ല പോലെ ഹെയർ ലോസ് ഉണ്ട് കേട്ടോ. ഇതൊരു ഏകദേശം ഒരു മാസത്തെയാണ്. ഒരു മാസം മുമ്പാണ് നമ്മൾ കൂടിൻ്റെ അടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്. അത് അത്യാവശ്യം നല്ല പോലെ ഉണ്ട് ഹെയർ. അതൊക്കെ മുഴുവനായിട്ട് പോവില്ല, ഒരു ലെവലിൽ നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ വീണ്ടും ലൂസി വന്നിട്ട് പോയിട്ടില്ല. ലൂസി ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ലൂണ ഇവിടെയൊക്കെ ഇറങ്ങാനായിട്ട് പോയിരിക്കുകയാണ്. ലൂസി മാറടി. ലൂസി ലൂസി വാ, മാറടി. അവിടെ നിന്ന് എണീക്കടി, ഇപ്പുറത്തിരിക്കും. വാ ലൂസി, കം സിറ്റ് ചെയ്യാ. സിറ്റ് ലൂസി സിറ്റ്. യെസ്, ഗുഡ് ഗേൾ. ഇതുപോലെ ഇടയിലൊക്കെ വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനാണോ ഹെൽപ്പ് ചെയ്യാനാണോ എന്നൊന്നും അറിയില്ല. ഇടയിൽ വന്ന് നിൽക്കാറുണ്ട്. ലൂസിയുടെ വിചാരം ലൂസി ഹെൽപ്പ് ചെയ്യാനാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന് നിൽക്കാമെന്നാണ്. പക്ഷെ നമുക്കത് ചില സമയത്തൊക്കെ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അല്ലേ ലൂസി? ഇതാ അവളെവിടെ? ലൂണ വാടാ, സൈഡിൽ നിൽക്ക് കേട്ടോ. ഹെൽപ്പ് ചെയ്യാം. നീ വരുമോ? നീ എന്നെ ഹെൽപ്പ് ചെയ്യാം. തൂല് പിടിക്കണം. മാറടോ. എന്താടാ മാറടാ തിരി. നമുക്ക് കത്തിച്ചാലോ ലൂണ? നമ്മളൊന്ന് ക്ലീൻ ചെയ്യുമ്പോൾ അവന് ഇതേപോലെയൊക്കെ കൂടാറുണ്ട് കേട്ടോ. അവന്മാർ വെറുതെ ഈ കാലുകൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളുന്നൊക്കെയാണ്. ചിലപ്പോൾ നമുക്കത് നല്ല ഗുണമായിട്ട് വരും. ചിലപ്പോൾ അങ്ങനെ നമ്മൾ കൂട്ടി വെച്ചതിനെയൊക്കെ ഇങ്ങോട്ട് വലിച്ചിടും. അതാണ് മെയിൻ പ്രശ്നം. എന്നാലും കുഴപ്പമില്ല, നമുക്കത് ഒരു രസമാണ്. അപ്പം അങ്ങനെ അവരുടെ കൂടെ നിന്ന് ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇല്ലടാ മാറടാ. ഇതാ നിന്റെ മേലെ തട്ടും ലൂസി. എന്താണ്ടാ വള്ളിയൊക്കെ മേലെ കറങ്ങാം കേട്ടോ. അത് ഇതൊന്ന് കുളിക്കണ്ടേ ലൂണ? ആര് ഫസ്റ്റ് കുളിക്കും? ലൂസിക്കാണോ ഫസ്റ്റ്, ലൂണയാണോ ഫസ്റ്റ് കുളിക്കാൻ? എടേ പറയ്, ഇതാർക്ക് ഫസ്റ്റ് കുളിക്കണം പറയ്. നിനക്കാണോ? നമുക്ക് ലൂണെ ഫസ്റ്റ് കുളിപ്പിക്കാട്ടോ. കഴിഞ്ഞ തവണ ലൂസിയാണ് ഫസ്റ്റ് കുളിപ്പിച്ചത്. അപ്പോൾ ഇത്തവണ നമുക്ക് ലൂണെ ഫസ്റ്റ് കുളിപ്പിക്കാം. നമ്മളങ്ങനെ മാറിയിട്ടാണ് കൊടുക്കുക. അതിൽ ഫുഡ് കൊടുക്കുന്നാലും ശരി, ഫസ്റ്റ് ഒരാൾക്ക് കൊടുത്ത്, ഫസ്റ്റ് ഇത്തവണ ലൂസിക്ക് കൊടുത്ത് അടുത്ത തവണ ലൂണയ്ക്ക് കൊടുക്കും. ലൂണയുടെ കൂടിൻ്റെ പരിസരം, ലൂണയുടെ കൂടിൻ്റെ അടിയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. വേണ്ട, നമ്മൾ അത്രയും ഫസ്റ്റ് കണ്ട് നമുക്കറിയാൻ പറ്റും. അപ്പം അതിന് ശേഷം കുറച്ച് എടുക്കാൻ കിട്ടാത്ത ഇടയിലുള്ള സംഭവങ്ങൾ മാത്രം വിട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് അവരുടെ കൂടിൻ്റെ സൈഡിലുള്ള വേസ്റ്റൊക്കെ അടിച്ചു കൂട്ടി കത്തിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് അതിൻ്റെ അടുത്ത് പോയതാട്ടാ. ലൂസിക്ക് കാര്യം മനസ്സിലായപ്പോൾ ലൂസി മാറി. നമ്മളിത് കത്തിക്കഴിഞ്ഞതിന് ശേഷം കൂടൊന്ന് ക്ലീൻ ചെയ്യുക, അവരെ ഒന്ന് കുളിപ്പിക്കുക. ഇത്രയും പണികളൊക്കെ ഉണ്ടാകും നമ്മൾ ഡോഗിനെയൊക്കെ വളർത്തുന്ന സമയത്ത്. വീട്ടിനകത്തിട്ട് വളർത്തുന്നവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊക്കെ പറയും. പക്ഷെ വീടിനകത്ത് ഓരോ അവരുടെ ഹെയർ ലോസിലൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ചില്ലറയല്ല, നല്ല വലിയ ബുദ്ധിമുട്ട് തന്നെയാണത്. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. വീട്ടിൽ ഒരാൾക്ക് ഡോഗിനെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ തന്നെ ഡോഗിനെ വളർത്തുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ മാത്രം ഡോഗിനെ എടുക്കാൻ നോക്കുക. അതല്ല വീട്ടിലൊരു 1-2 ആൾക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചില ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോഗിനെ എടുത്ത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആദ്യം വേണ്ടെന്നൊക്കെ പറയും, പിന്നീട് അവരുടെ സ്നേഹം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരെ സ്നേഹിച്ച് തുടങ്ങും. ഇവിടെ ലൂസി ഉണ്ടോ? ലൂസി അവിടെ ആരെയോ നോക്കി വാലാട്ടുക. ലൂസിയുടെ കാലിലൊക്കെ ഫുള്ള് ചളിയായിട്ടുണ്ട്. അവർ കുളത്തിൽ പോയി
ഇറങ്ങിയിട്ട് വന്നാൽ ലൂസി അവിടെ കിടന്നു. സൈഡും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെയും കത്തിച്ചു വിട്ടിട്ടുണ്ട് കുറച്ച്, അതുപോലെ അവിടെയും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിന് ശേഷം ഇനി കൂട് കഴുകാൻ പോവാണ്. യൂസ് ചെയ്യുന്നൊരു കെനൽ വാഷ് എന്ന് പറയുമ്പോൾ ഇതൊരു സണ്ണിൻ്റെ ഒരു കെനൽ വാഷാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. നല്ലത് എന്ന് പറയാൻ എനിക്ക് വലുതായിട്ടൊന്നും തോന്നില്ല. പക്ഷേ 170 രൂപയാണ് ഒരു 1/2 ലിറ്റർ. ഇത് 500 ml ഒരു പാക്കാണ്. 1/2 ലിറ്റർ 170. പക്ഷെ നമുക്കത് ഇവിടുന്ന് ഹോൾസെയിൽ റേറ്റിലായതുകൊണ്ട് ഒരു 125 130 രൂപയ്ക്ക് എങ്ങാണ്ട് കിട്ടിയതായിട്ടാണ് എനിക്കൊരു ഓർമ്മ. അപ്പോൾ നമുക്ക് ഇതൊന്നും നല്ല വെള്ളത്തിൽ ഞാനൊരു 5-10 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് 2 കൂട് കഴുകാനായിട്ട്. അപ്പോൾ ആ 10 ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് ഇത് ഏകദേശം ഇതൊരു 2 അടപ്പ്, ഈ അടപ്പിനൊരു 2 എണ്ണം ഫില്ല് ചെയ്തിട്ട് അതിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൂട് കഴുകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കൂട് കഴുകാം. ജസ്റ്റ് ഈ വെള്ളം ഒന്ന് ഒഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ പതയുന്നുണ്ട് കേട്ടോ. കുറച്ച് ഒഴിച്ചു വിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചു വിടുക. അതിനകത്ത് നന്നായിട്ട് ബ്രഷ് ഇട്ടൊന്ന് അരച്ചിട്ട് അല്ലെങ്കിൽ ചൂലിട്ടിട്ട് നന്നായിട്ട് അരച്ച് അതിന് ശേഷമാണ് നമ്മൾ ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് കഴുകിത്തന്നെ പരിപാടി കഴിഞ്ഞു. വലിയ പണിയൊന്നുമില്ല ഈ കൂട് കഴുകൽ എന്ന് പറയുമ്പോൾ. ഒരിക്കലും എന്താ പറയുക, ഷാമ്പു അല്ലെങ്കിൽ ഫിനോയിൽ, ഡെറ്റോൾ പോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് കൂട് കഴുകാതിരിക്കുക. കൂട് കഴുകിക്കഴിഞ്ഞാൽ അവർക്ക് സ്കിൻ ഇൻഫെക്ഷൻ, അതേപോലെ കാലിൻ്റെ അടിയിലൊക്കെ ഒരു അലർജി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ഇൻഫെക്ഷൻ എന്തായാലും ഉണ്ടാവും. നമ്മൾ ഷാമ്പൂ ഇട്ട് പതപ്പിച്ച പോലെ ഉണ്ടാവും വെള്ളം, നന്നായിട്ട് പതഞ്ഞിട്ട് കിടക്കുന്നുണ്ടാവും ഇതിൻ്റെ കെനൽ വാഷിൻ്റെ എന്ന് പറയുമ്പോൾ. കൂടിനകത്ത് പിന്നെ ഇവർ അപ്പിടാറൊന്നുമില്ല കേട്ടോ. ചില സമയത്ത് നമ്മൾ തുറന്നുവിടാൻ വൈകുന്ന സമയത്ത് യൂറിൻ പാസ് ചെയ്യാറുണ്ട്. ലൂൺസിയ അതുപോലും ചെയ്യാറില്ല, ലൂണ അത് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 ദിവസത്തിന് അത് ചെയ്യില്ല. അത് കഴിഞ്ഞ് കൂട് വാഷ് ചെയ്ത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ ലൂണ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ നമ്മുടെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവർ എന്താണ് ചെയ്യുന്നത് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അല്ലാതെ എൻ്റെ ഡോഗ് കൂടിനകത്ത് പോയില്ല, എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. കാരണം ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മാക്സിമം പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, അല്ലാതെ ഒരിക്കലും ഡോഗിന് നല്ലത് എന്ന് പറയാനോ അതല്ലെങ്കിൽ ഡോഗ് എടുത്താൽ നല്ലതാണെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. അപ്പോൾ ഡോഗ് എടുത്താലുള്ള ബുദ്ധിമുട്ട് എന്താണ്, അതിനെ വളർത്താനുള്ള ബുദ്ധിമുട്ട് എന്താണ്, അതിനെ റോഡിലേക്ക് ഇറക്കി വിടാതിരിക്കുക എന്നതിനെക്കുറിച്ചുള്ള വീഡിയോസ് ആയിരിക്കും എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. നോക്കാൻ പറ്റാത്തവരാണെങ്കിൽ വാങ്ങാതിരിക്കുക ഡോഗിനെ വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പോലെ പണിയുണ്ട് അവരെ നോക്കാനായിട്ട്. എല്ലാ കാര്യങ്ങളിലായാലും ശരി. ഏകദേശം ക്ലീനിങ് കംപ്ലീറ്റ് ആയി. ഇനി നോർമൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഇതിപ്പോൾ കെനൽ വാഷുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിരിക്കുന്നത്. ഇനി ഒന്ന് നോർമൽ വെള്ളത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. ക്ലീനിങ് എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. കൂട് ക്ലീനിങ് ഇപ്പോൾ കൂടിനടിയിലൊക്കെ എന്താ പറയുക, ആ ഒരു ട്രേ ഒക്കെ വെക്കില്ല നമ്മൾ, ഈ യൂറിനൊക്കെ പോയാകാതിരിക്കാൻ, താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ട്രേ വെക്കുമ്പോൾ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അതിൽ ഹെയറൊക്കെ വരുമ്പോൾ നല്ല പണിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ പുറത്തായത് കൊണ്ടാണ് ആ ഒരു ട്രേ ഒഴിവാക്കിയത്. ഇപ്പോൾ ഫ്ലോർ കോൺക്രീറ്റ് അതല്ലെങ്കിൽ ഇൻ്റർലോക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ട്രേ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ട്രേ എടുക്കുമ്പോൾ റിമൂവബിൾ ട്രേ ആണ് നല്ലത്. നമുക്ക് അതിലുള്ള ഹെയറൊക്കെ എടുത്ത് മാറ്റാൻ പറ്റിയ ലെവലിലായിരിക്കും. നമ്മൾ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യണം. അതിന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടി പാടില്ല. എങ്കിൽ മാത്രമേ നമുക്ക് അതിലുള്ള ഹെയറൊക്കെ നമുക്ക് എടുത്ത് മാറ്റി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ നോർമൽ വെള്ളം എടുത്ത് ഒഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ്. ലൂണയുടെ കൂടെ ഏകദേശം കംപ്ലീറ്റ് ആകാറായിട്ടോ.
ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഇവരെ കയറ്റുള്ളൂ. അതുവരെ ഇപ്പോൾ കൂട് തൽക്കാലം അടച്ചിടും. അതല്ല എന്നുണ്ടെങ്കിൽ ലൂണകത്ത് കയറും. അതുകൊണ്ടാണ് നമ്മൾ അടച്ചിടുന്നത് കേട്ടോ. ലൂസിയുടെ കൂടിൽ നിന്ന് അടച്ചിടാം കേട്ടോ. ഏകദേശം കൂടിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ലൂസിയിലൂടെ കുളിപ്പിക്കാനായിട്ട് പോകുന്നത്. അല്ലടാ, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കൂടെ ഒരു 2-3 മണിക്കൂർ പ്രോസസ്സാട്ടോ. കൂടിൻ്റെ പരിസരവും കൂടും വൃത്തിയായിട്ട് ക്ലീനിങ് കഴിഞ്ഞു. ഇത് കണ്ടോ, ഇതെങ്ങനെയുണ്ട്. ഇപ്പോൾ ഈ സൈഡിലേയും കൂടെ കത്തി കഴിഞ്ഞാൽ ഇതും കഴിഞ്ഞു. ഏകദേശം ഇലകൾ അതിന് ശേഷം വീണ കുറച്ച് ഇലകളുണ്ട്. അത് കുഴപ്പമില്ല. ഇപ്പോൾ അടിയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫുൾ കൂടും. ഇതേ ലൂസിയെ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ലോണയുണ്ട് കേട്ടോ, 2 ആളുണ്ട്. ലൂസി കൂട്ടിൽ കയറാനായിട്ട് നിൽക്കുക കേട്ടോ. പക്ഷെ അവിടെ ഇപ്പോൾ കയറ്റി കഴിഞ്ഞാൽ വീണ്ടും ചെളിയാവും. അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഇനിയിപ്പോൾ അവരെ കൂട്ടിലേക്ക് കയറ്റുള്ളൂ. അല്ലേ ലൂസി? ലൂണ, ഇതാണ് ലൂസി. ലൂണ, ലൂണ, വാവ്. ലൂസിയുടെയും ലൂണയുടെയും കൂടിൻ്റെ പരിസരമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. കൂട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ലൂണയെ കുളിപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇനി അടുത്ത് ഇതിനെ കുളിപ്പിച്ചിട്ട് വേണം ലൂസിനെ കുളിപ്പിക്കാനായിട്ട്. അല്ലടാ, കണ്ട ചളി ഫുള്ള് വെള്ളത്തിലൊക്കെ ഇറങ്ങി ഫുള്ള് ചളിയാക്കിയിട്ട് വന്നിരിക്കുകയാണ് ലൂണയും ലൂസിയും. അപ്പോൾ നമുക്ക് കുളിപ്പിച്ചതിന് ശേഷമുള്ളത് കാണാം. കുളിപ്പിക്കുന്നത് എന്തായാലും വീഡിയോ എടുക്കുന്നില്ല, കാരണം വീഡിയോ എടുക്കാൻ ഇവിടെ വേറെ ആളില്ല. അതുകൊണ്ടാണ്. ഇതാ ലൂണ കുളിപ്പിക്കട്ടെ. ഫുൾ ചളി കണ്ടത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അവിടെ തന്നെ നമ്മൾ ലൂണ കുളിപ്പിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. ലൂസി വീഡിയോ എടുക്കാനും അപ്പോൾ നമുക്കിടായിരുന്നു. അല്ലേ ലൂസി, നീ എടുക്കുമോ?